ഹലോ മാം, നമസ്കാരം. വെൽക്കം ടു ന്യൂ കോഡ്സ്. നമ്മുടെ ന്യൂ കോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് സ്പിരിച്വാലിറ്റിയാണ്. മാമിന് അത്യാവശ്യം ഡീപ്പറായിട്ട് നോളജ് ഉള്ള ഒരു ഏരിയ ആണെന്ന് എനിക്കറിയാം. മാം ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ സ്പിരിച്വാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് മാമിന് പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? മാം, നമ്മുടെ ആദ്യത്തെ ചോദ്യം, മാം എങ്ങനെ സ്പിരിച്വാലിറ്റി ഡിഫൈൻ ചെയ്യുന്നു മാമിൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട്? എല്ലാവർക്കും നമസ്കാരം. ന്യൂ കോഡ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യം എടുത്തിട്ട് വന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിറ്റ് സയൻസ് എന്നൊക്കെ പറയുന്നതാണ്. സാധാരണ മനുഷ്യർക്കിടയിൽ അധികം കേൾക്കാത്ത ഒരു ടേമാണിത്. പലർക്കും ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ട് കൂടിയുണ്ട്. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യൻ ശരിയായ തരത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ചോദ്യം അതല്ല എങ്കിൽ പോലും ഒരു ഇൻട്രോ തരുമ്പോൾ എനിക്കത് എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ടി വരും. പലപ്പോഴും അതിനെ ദൈവമെന്നും മതമെന്നും ഒക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു പോയതിൻ്റെ അനന്തരഫലങ്ങൾ സ്പിരിച്വാലിറ്റി എന്നും പേറുന്ന ഒരു ടേമാണ്, ഒരു കോൺസെപ്റ്റാണ്. ആൾക്കാർ ഞാൻ സ്പിരിച്വൽ ആണെന്ന് പറയുമ്പോൾ തന്നെ എവിടെയോ ലിമിറ്റ് ചെയ്യാണ്, അവർ എവിടെയോ കൺക്ലൂഡ് ചെയ്യാണ്, എവിടെയോ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഒരു ദൈവത്തിൻ്റെ പേരിലോ ഒരു മതത്തിൻ്റെ പേരിലോ അങ്ങനെ എവിടെയോ ഒരു ക്ലസ്റ്ററിനകത്ത്, ഒരു ചെറിയ പോക്കറ്റിനകത്ത് കയറി ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല സ്പിരിച്വാലിറ്റി. ആഴവും പരപ്പുമുള്ള വിശാലതയുള്ള ഓരോ ജീവജാലത്തിനും സ്വാതന്ത്ര്യവും സന്തോഷവും ധൈര്യവും പകരുന്ന ഒരു കോൺസെപ്റ്റാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതിലൂടെ യാത്ര ചെയ്ത് തുടങ്ങിയ അന്ന് മുതൽ വളരെ മനോഹരമായ ഒരു അവസ്ഥയിലാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തുള്ള ഒരു കോലാഹലങ്ങളിലേക്കും ഞാൻ എന്ന മനുഷ്യന് ഏറെക്കുറെ നല്ല തോതിൽ എത്തിപ്പെടാതിരിക്കാനും അതിനനുസരിച്ച് ഓവർ റിയാക്ട് ചെയ്യാതിരിക്കാനും സാധിച്ചത് എൻ്റെ സ്പിരിച്വൽ ജേണിയിൽ തന്നെയാണ്. ഓരോ മനുഷ്യനും എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും, എത്ര സമ്പന്നനായാലും, എത്ര ആഠ്യത്വം എന്ന് നമ്മൾ പറയുന്ന ആളായാലും, എത്ര ഉയർന്ന കുലജാതനായാലും, ഓരോരുത്തരും ഉള്ളിന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തീച്ചൂളയ്ക്കുള്ളിലാണ് മനുഷ്യരൊക്കെ കടന്നു പോകുന്നത്. ആരുമായിക്കോട്ടെ, എത്ര എക്യുപ്ഡായ മനുഷ്യനായാലും അങ്ങനെ പോകാനുള്ള പ്രവണതയാണ് നമ്മുടെ സൊസൈറ്റി ഓരോ കുഞ്ഞിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജനിച്ചു വീഴുന്നൊരു കുഞ്ഞാണല്ലോ അഡൾട്ടാകുന്നത്. നമ്മൾ പലപ്പോഴും അത് സംസാരിച്ചിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്. എങ്കിൽ പോലും അതിവിടെ പറയാതിരിക്കാൻ സാധിക്കില്ല. ഒരു കുഞ്ഞാണല്ലോ വളർന്ന് വലുതാവുന്നത്. അപ്പോൾ ഈ വളർന്ന് വലുതായ ഓരോ മനുഷ്യനും ഇത്രയധികം കലുഷിതമാവുന്നത് എന്തുകൊണ്ട്? അവരുടെ മൈൻഡിൽ കൊടുത്തിരിക്കുന്ന അറിവുകളാണ്, നോളജാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം പറയേണ്ടത് സെൽഫ് ഡിസ്കവറി എന്ന വാക്കാണ്. നമ്മളെ തന്നെ കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനൊരു സംശയം വരും, നമ്മളല്ലേ? എൻ്റെ പേര് ജീന, താങ്കളുടെ പേര് ആതിര, ഇതിലൊക്കെ നമ്മുടെ എന്തെങ്കിലും പങ്കുണ്ടോ? ആ പേര് തിരഞ്ഞെടുക്കാൻ നമുക്കൊരു റോളില്ല അല്ലേ? നമ്മൾ ബോധമില്ലാത്ത സമയത്ത്, നമ്മൾ ജനിച്ച ഉടനെ ഒക്കെ അച്ഛനോ അമ്മയോ ബന്ധുമിത്രാദികളോ ആരെങ്കിലുമൊക്കെ ചാർത്തി തരുന്ന ഒരു നാമമാണ്. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പോലും ഒരു അധികാരമില്ലാത്തത്രയും, അവകാശമില്ലാത്തത്രയും, ചോയ്സ് ഇല്ലാത്തത്രയും നമ്മൾ എന്താണ്, ഫ്രീഡം ഇല്ലാത്ത ജീവജാലങ്ങളാണ്. പക്ഷിമൃഗാദികൾ, വൃക്ഷലതാദികൾ ഒക്കെ എത്ര സന്തോഷത്തിൽ അവർ ജീവിക്കുന്നത്. ഒരു മത്സരവുമില്ലാതെ അവനവൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് അവർ നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റി ഇല്ല, സ്വന്തം ഇൻഡിവിജ്വാലിറ്റി ഇല്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഉള്ളിൽ എന്നെ വേദനിപ്പിച്ച കാര്യങ്ങളായിരുന്നു. ഉറപ്പായിട്ടും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെറുതിലേ മുതലേ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ തല്ലും. തൻ്റേടി എന്ന് പറയും, അഹങ്കാരി എന്ന് പറയും, തർക്കുത്തരം പറയുന്ന കുഞ്ഞെന്ന് പറയും, താന്തോന്നി എന്ന് വിളിക്കും, അഹങ്കാരി എന്ന്, അങ്ങനെ കുറേ കൊള്ളൂലാന്ന് വിചാരിക്കുന്ന പേരുകൾ ചാർത്തി കൊടുക്കും. യഥാർത്ഥത്തിൽ അതൊക്കെ നല്ല പേരുകളാണ്. ധിക്കാരി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ എന്നാണ് അർത്ഥം. പക്ഷേ ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ മോശം വാക്കുകളായി പ്രോഗ്രാം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ വാക്ക് വിളിക്കുമ്പോൾ ഒരു കുഞ്ഞാണെങ്കിൽ പോലും അവൻ ഇറിറ്റേറ്റഡ് ആവും, എന്നെന്തോ മോശം വാക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട്. കാരണം എക്സ്പ്രഷൻ, വിളിക്കുന്ന ആളുടെ എക്സ്പ്രഷൻ നോക്കിയിട്ട് ഇതെന്തോ മോശം വാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഒരു പിഞ്ച് കുഞ്ഞ് ഏറ്റവും അധികം ഒബ്സർവേഷനിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കുഞ്ഞിന് ഒരു 2-3 വയസ്സ് വരെ അവനായി ജീവിക്കാൻ വിട്ടാൽ മാത്രമേ അവന് സ്പിരിച്വൽ ലൈഫിലേക്ക് വേഗം കടന്നു പോകാൻ പറ്റും. പക്ഷെ സാധ്യത 99.99% ഇല്ല. കാരണം സ്നേഹം എന്ന പേരിൽ നമ്മൾക്ക് എല്ലാവർക്കും ഗ്രാൻഡഡായിട്ട് കിട്ടുന്നതാണ് പാരൻറ്റിങ്. അത് കാലാകാലങ്ങളായി കൂടി വരികയാണ്. മാം ഇപ്പം പറഞ്ഞല്ലോ, അവനായിട്ട് ജീവിക്കാൻ അനുവദിച്ചാലേ നമുക്ക് ഈ സ്പിരിച്വാലിറ്റിയിലോട് പെട്ടെന്ന് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഓർഫനേജിലൊക്കെ കഴിയുന്ന കുട്ടികളെ കൂടുതലും അവരെ ഡൊമിനേറ്റ് ചെയ്യാനൊന്നും ആരുമില്ലല്ലോ. അവരുടെ വഴി തന്നെ ആയിരിക്കില്ലേ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും?
അവർ വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ വിട്ട് മാറി ജീവിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അവരെ പിന്നെ ഗൈഡ് ചെയ്യാനായിട്ട് അവർക്ക് തന്നെ സ്വയം അവരുടെ ഇഷ്ടത്തിനായിരിക്കില്ലേ അവർ ജീവിക്കുക? അതിന് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ആരും നോക്കാനില്ലായ്മയല്ല സ്പിരിച്വാലിറ്റിയുടെ വഴി. വീണ്ടും ഞാൻ പറയുന്നു, നമ്മളാരും പാരൻ്റ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ ഉള്ളത് കൂടുതൽ കലുഷിതമാക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആരുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയോ ജീവിക്കുന്നതല്ല സ്പിരിച്വാലിറ്റി. അതിന് ഒരുപാട് അച്ചടക്കവും സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ വളരെ ഒരു സമുദ്രം പോലെ, അല്ലെങ്കിൽ ഒരു ആകാശം പോലെ, അല്ലെങ്കിൽ ഭൂമിയുടെ വലിപ്പം പോലെ അത്രയും വിശാലമാണ്. അതൊരു ആരും അച്ഛനോ അമ്മയോ ഇല്ലാത്തൊരു ഓർഫൺ കുഞ്ഞിനുണ്ടാകണം എന്നുള്ളതല്ല നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ. ചിന്തിക്കുക എന്നുള്ളതാണ്, ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്, അവനവനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓർഫനേജിൽ വളരുന്ന കുഞ്ഞിനെ ആര് പറഞ്ഞു ഗൈഡ് ചെയ്യുന്നില്ല എന്ന്? ജനറലി അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നു, നല്ല രീതിയിൽ പാരൻറ്റിങ് ചെയ്യുന്നു. ഈ ഓർഫനേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മതത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമായിരിക്കും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ ആയിരിക്കാം, ഒരു മുസ്ലിം യത്തീംഖാന ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു രീതിയിലായിരിക്കും. ഞാൻ ഇന്ത്യ ഈസ്റ്റേൺ കൺട്രികളെ അപേക്ഷിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകളാണത്, മതത്തിൻ്റെ പേരുകളാണ്. 300-ലധികം മതങ്ങളുണ്ട് എന്നാണ് നമ്മൾ അറിവ് നേടിയിരിക്കുന്നത് ലോകം മുഴുവൻ. അപ്പോൾ ഓരോ മതത്തിൻ്റെ കീഴിലേക്ക് വരാനാണ് സാധ്യതകൾ കൂടുതൽ. അപ്പോൾ ആ മതത്തെ ഇവരെ കുട്ടിക്കാലം മുതലേ പഠിപ്പിക്കുകയാണ്, പ്രോഗ്രാമിംഗ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഈ കുഞ്ഞ് വിചാരിക്കണം, ഇവനൊരു 10, 15, 20 വയസ്സ് വരെ ഈ ഓർഫനേജിൽ ഇവൻ വളരുമ്പോൾ ഇവൻ ഓൾറെഡി അവൻ്റെ ബുദ്ധിയൊക്കെ വികാസം കഴിഞ്ഞു, ഇവൻ്റെ അറിവുകളൊക്കെ അവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞു. ഇനി ഇതിനെല്ലാം ഇവൻ എന്നാണോ റീപ്രോഗ്രാം ചെയ്യാൻ, അൺലേൺ ചെയ്യാൻ, ഡീകണ്ടീഷൻ ചെയ്യാൻ ഇവൻ ചോദ്യങ്ങൾ ചോദിച്ച് തയ്യാറാവുന്നിടത്ത് മാത്രമേ ഇവന് സ്പിരിച്വൽ ജേർണി ഉണ്ടാകുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഉണ്ടാവുന്നില്ല. ഇവൻ ഇതേ വഴിയിലൂടെ ചെറിയ ചെറിയ ഗ്രോത്തിലൂടെയും ചെറിയ ചെറിയ പർപ്പസിലൂടെയും ഇവൻ ജീവിച്ച് മരിച്ചു പോകുന്നു സാധാ മനുഷ്യരെ പോലെ. പക്ഷേ ഈ ചോദ്യങ്ങൾ, ഈ ചിന്തകൾ, ഇതൊക്കെയാണ് നമ്മളെ ഈ വഴിയിലേക്ക് തിരിയാനുള്ള ഏറ്റവും വലിയ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അല്ലാത്ത പക്ഷം ആർക്കും ഇതിലേക്ക് എത്താൻ പറ്റില്ല. ഇതൊരു സ്വയം തിരഞ്ഞെടുക്കുന്നൊരു വഴിയാണ്. നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ അശാന്തരാകുമ്പോൾ, നമുക്ക് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും സന്തോഷമില്ല, സമാധാനമില്ല, ഇന്നർ കാംനെസ് ഇല്ല, പീസ് ഇല്ല, പർപ്പസ് ഇല്ല, പ്ലഷർ ഇല്ല, ഫ്രീഡം ഇല്ല, ഹാപ്പിനെസ് ഇല്ല, ഇതൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടായില്ലല്ലോ എന്ന് ഓർക്കുന്നിടത്തുനിന്നുണ്ടാവുന്ന ചോദ്യങ്ങളാണ്. ചില ആൾക്കാർക്ക് ഇത് 10 വയസ്സിലുണ്ടാകാം, ചില ആൾക്കാർക്ക് 15 വയസ്സിലുണ്ടാകാം, ചിലർക്ക് 40-കളിലുണ്ടാകാം, ചിലർക്ക് 90-കളിൽ ഉണ്ടാകാം, ചിലർക്ക് ഒരിക്കലും ഉണ്ടാകാനും സാധ്യതയില്ല. കാരണം ഇതിന് അപാരമായ ധൈര്യം വേണം. ഒരു പടി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണത്. പക്ഷേ ഇതിലേക്ക് എത്തിപ്പെടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് നമ്മൾ ഒരുപാട് പ്രൊഫൗണ്ടായിട്ട് ഭൂമിയെ എക്സ്പീരിയൻസ് ചെയ്യണം, വ്യക്തികളെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ കംഫർട്ട് സോണിലിരുന്ന് അയ്യോ എനിക്കിതാണ് സുഖം, ഞാൻ ഈ വഴിയിലൂടെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്പിരിച്വൽ പാത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ചോദ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ജനറലി ഞാൻ പറഞ്ഞെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നിൽ വന്ന സിറ്റുവേഷൻസിലൂടെ ഞാൻ എത്തിയ ആളാണ്. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്, ഈ സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ പകച്ചു പോയിട്ടുണ്ട്, ഉപേക്ഷിക്കാൻ തോന്നിയിട്ടുണ്ട്. ഈ സിറ്റുവേഷനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ വയ്യ, ഞാനങ്ങ് വിട്ടുകളയാം, ഇത് ഞാൻ കൺഫ്രണ്ട് ചെയ്യില്ല, ഇത് എനിക്ക് വയ്യ, അത് അത്രയ്ക്കും എനിക്ക് ഇഷ്ടമില്ലാത്തതാണെന്ന് പറഞ്ഞ് തുടക്കത്തിലൊക്കെ ഞാനിത്, കാരണം കുട്ടിക്കാലമൊക്കെ ചിന്തകളുണ്ടെങ്കിൽ പോലും വലിയ കലുഷിതമല്ലായിരുന്നു എൻ്റെ ജീവിതം. അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വീട്ടിൽ ജനിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വലിയ കലുഷിതമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഭക്ഷണം കിട്ടും, നല്ല വസ്ത്രം കിട്ടും, നല്ല പഠിപ്പുണ്ട്, നല്ല സ്കൂളിൽ പഠിക്കുന്നു, ട്യൂഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു നോർമൽ ലൈഫ് ജീവിച്ച ഒരാളായതുകൊണ്ട് എനിക്കിങ്ങനെ ചിന്തിക്കേണ്ട കാര്യം കുറവായിരുന്നു. പക്ഷെ മുതിർന്നു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പല ഫേസസിലേക്ക് പോയപ്പോൾ ജീവിതത്തിൻ്റെ പല ഉത്തരവാദിത്തങ്ങളും എനിക്ക് മാത്രമായി എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ എനിക്ക് തുടക്കക്കാരി എന്ന നിലയിൽ ഭയങ്കര ഭയമായിരുന്നു, അകാരണമായ ഭയം. ആ ഭയത്തിലൂടെ പക്ഷെ എനിക്ക് പോയേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. യൂണിവേഴ്സ് തന്നെ അങ്ങനെ പല വഴികളിലൂടെയും ദർ ഇസ് നോ അതർ ആൾട്ടർനേറ്റീവ് എന്നുള്ള നൂല് പിടിച്ച പോലത്തെ വഴികളിലൂടെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ആ വഴികളാണ് എന്നെ പല രീതിയിലും പല ഘട്ടത്തിലും, അല്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലും സ്പിരിച്വൽ ജേർണിയെ എന്നെ സഹായിച്ചത് ആ സിറ്റുവേഷൻസും ആ അനുഭവങ്ങളും ആ തീരുമാനങ്ങളും ഒക്കെ തന്നെയായിരുന്നു. മാമിന് സ്പിരിച്വൽ പാത്തിലോട്ട് ഡീപ്പൻഡായിട്ട് ഇറങ്ങാനായിട്ട് തോന്നുന്ന തരത്തിലൊരു ടേണിംഗ് പോയിന്റ് ലൈഫിൽ എപ്പോഴേലും ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ പോകേണ്ടി വരുന്നത് തന്നെയാണ് സ്പിരിച്വൽ പാത്ത്. നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ പോയാൽ നമുക്ക് ഒരിക്കലും അതിലേക്ക് എത്താൻ പറ്റില്ല. തോൽവികളും പരാജയങ്ങളും നഷ്ടങ്ങളും വേദനകളും അവോയ്ഡ് ചെയ്യലുകളും ഒക്കെ നമ്മൾക്കൊള്ളില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന, ഇതൊക്കെ കാരണം നമ്മൾ വേദനപ്പെട്ടു എന്ന് പറയുന്ന ഇമോഷൻസും സിറ്റുവേഷൻസും തന്നെയാണ് എന്നെ തീർച്ചയായിട്ടും ഈ സ്പിരിച്വൽ ജേർണിയിലേക്ക് എനിക്ക് വഴികാട്ടി തന്നത്. നമുക്കൊരു വെളിച്ചം പകരാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കൊരു വെളിച്ചം കിട്ടാൻ നമ്മളെ സഹായിച്ചത് തീർച്ചയായിട്ടും വേദനകളും നഷ്ടങ്ങളും തന്നെയാണ്. കംഫർട്ട് സോണിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താൻ സാധിക്കില്ല. നമ്മുടെ ഇഷ്ടമില്ലായ്മയും നമ്മുടെ വേദനയും നമ്മുടെ നഷ്ടങ്ങളും നമ്മൾ പുതിയ വഴികൾ തിരഞ്ഞെടുക്കാൻ കാണിക്കുന്ന ധൈര്യവും
ഒക്കെ തന്നെയാണ് ഓരോ മനുഷ്യനും സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ഉണ്ടാവുക? തിരിച്ചറിവുണ്ടാകും അല്ലേ? നമുക്ക് അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരെ മനുഷ്യനെ വാർത്തെടുക്കുന്നത്, മൗൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് എത്ര പ്രോഗ്രാമിംഗ് പുറത്തുനിന്നും വീട്ടിൽ നിന്നും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഒക്കെ ലഭിച്ചെങ്കിൽ പോലും ഈ കുട്ടിക്ക് വരുന്ന എന്താ പറയുക ഇൻസിഡൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ജീവിത അനുഭവങ്ങൾ ഒരിക്കലും മറ്റാരും ഉണ്ടാക്കി കൊടുക്കുന്നതല്ല. കാരണം ലൈഫ് ഈസ് എ മിസ്റ്ററി. നമ്മുടെ ജീവിതത്തിൽ ഓരോ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണ് അടുത്ത നിമിഷം വരാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അപ്പോൾ സയൻസൊക്കെ ഇത്ര വളർന്നെങ്കിൽ പോലും നമ്മൾ അത്തരം ഒരു കാര്യത്തിലേക്ക് ഇതുവരെ പെട്ടിട്ടില്ല. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെയും പഠനങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഇതുവരെയും ഒരു എവിഡൻസോ പ്രൂഫോ അല്ലെങ്കിൽ മനുഷ്യന് വിശ്വസിക്കാൻ തക്ക ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു നോളജോ ഒന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് നമ്മൾ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഠിനമായ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു തിരിച്ചറിവ് സംഭവിക്കും. നോളജ് അല്ല, അവെയർനെസ്. ഈ അവെയർനെസ് പല തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ പോയി പല അവെയർനെസ് കിട്ടുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ തോന്നുന്നത്. ഈ പോയ വഴികളൊക്കെ ആരൊക്കെയോ പറഞ്ഞ് നമ്മളെ നടത്തിച്ചതാണ്. ആ നടന്ന വഴികളിലൊന്നും ഫലം കിട്ടിയില്ലല്ലോ. അമ്മ പറഞ്ഞ വഴി കൂടെ പോയി, അച്ഛൻ പറഞ്ഞ വഴി കൂടെ പോയി, ഗുരുക്കന്മാർ പറഞ്ഞേൽപ്പിച്ച വഴികളിലൂടെ പോയി, മുതിർന്നവർ പറഞ്ഞേൽപ്പിച്ച വഴികളിലൂടെ പോയി. ഇത്തരം അനുസരണയുള്ള നല്ലൊരു കുഞ്ഞായിട്ടും നല്ലൊരു മനുഷ്യനായി ജീവിച്ചിട്ടും ഇതുവരെ എത്തിയിട്ടും സങ്കടത്തിനൊന്നും ഒരു പരിഹാരവുമില്ല. ആ പോയിന്റിലാണ് ഞാൻ ഒരു സെൽഫ് ഡിസ്കവറി മോഡിലേക്ക് സ്വയം ട്രാൻസ്ഫോം ചെയ്യുന്ന സെൽഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ആരും എന്നോട് മാറാൻ പറയുകയോ ആരും എനിക്ക് വഴികാട്ടി തരികയോ ഒന്നും ചെയ്യാൻ തികച്ചും ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ പല ഇഷ്ടമില്ലായ്മയും ചെയ്യുന്നത് എന്താണ്? നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ, മറ്റുള്ളവർ നമ്മുടെ കൂടെ നിൽക്കാൻ, മറ്റുള്ളവർ നമ്മുടെ ഒപ്പം ഉണ്ടാകാൻ, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരെന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള തെറ്റായ പ്രോഗ്രാമിംഗ് ആണ്. അതൊരിക്കലും ഉണ്ടാവില്ല. എല്ലാ മനുഷ്യരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗപ്പെടുത്തിയിട്ട് തള്ളിക്കളയുക തന്നെ ചെയ്യുള്ളൂ. ഈ ഇമോഷൻസ് ഒന്ന് നമുക്ക് മറികടന്നേ പറ്റൂ. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കി, എൻ്റെ കുഞ്ഞിനെ അത് മേടിച്ചു കൊടുത്തു, ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇന്നതൊക്കെ ചെയ്തത് എന്നൊക്കെ നമ്മൾ അക്കൗണ്ടബിൾ ആയിട്ട് അമ്മയും അച്ഛനും ഒക്കെ മക്കൾക്ക് വേണ്ടി കണക്ക് പറയുന്നു. മക്കൾ അച്ഛനും അമ്മയ്ക്കും പല കാര്യങ്ങളും ചെയ്തിട്ട് അവരും കണക്ക് പറയും. മറ്റേ മകനേക്കാൾ ഞാനാണ് കൂടുതൽ ചെയ്തത്, ഞാനാ അമ്മയെ കൂടുതൽ നോക്കിയത്, ഞാനാ അമ്മയ്ക്ക് സാരി മേടിച്ചു കൊടുത്തത്, ഞാനാ അമ്മയെ കെട്ടിപ്പിടിച്ചത്, അങ്ങനെ തുടങ്ങി കണക്കുകളുടെ ഭാണ്ഡം അഴിച്ചിടുകയാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് നമ്മൾ ഈ കണക്കുകൾ പറഞ്ഞ് അശാന്തരാവുന്നത്? നമ്മൾ പ്രോഗ്രാം ചെയ്ത വഴിയിലൂടെ പോയിട്ടും നമുക്ക് എന്ത് കിട്ടിയില്ല? നമുക്ക് എക്സ്റ്റസി കിട്ടിയില്ല, നമുക്ക് ബ്ലിസ് കിട്ടിയില്ല, നമുക്ക് ഇന്നർ പീസ് കിട്ടിയില്ല, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, നമ്മൾ ഹാപ്പിനെസ് മോഡിൽ എത്തിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് വേദനകൾ സമ്മാനിക്കുന്ന തിരിച്ചറിവുകൾ. അപ്പോൾ ഇഷ്ടമില്ലായ്മയും വേദനയുമാണ് എന്നെ തീർച്ചയായിട്ടും ഈ എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇന്നർ കാംനെസ് അല്ലെങ്കിൽ സെൽഫ് ഡിസ്കവറി അല്ലെങ്കിൽ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് ഈ കടുത്ത വഴികൾ മാത്രമാണ്. ഉത്തരം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാം ആദ്യമായിട്ട് ഈ സ്പിരിച്വൽ ജേണിയിലോട്ട് എൻ്റർ ആയതിനു ശേഷം മുതൽ മാം എങ്ങനെയാണ് സ്പിരിച്വൽ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് ഈ ഒരു ജേണി ഇവോൾവ് ചെയ്ത് കൊണ്ടുവന്നത്? അതിന് വീണ്ടും പേഴ്സണൽ ചോദ്യമായതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്ക് പോലും അറിയില്ലായിരുന്നു. ഇതിന് മുന്നത്തെ നമ്മുടെ വീഡിയോയിൽ മാനിഫെസ്റ്റേഷൻ എന്ന വാക്ക് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാനിത് റിപ്പീറ്റ് ചെയ്യുകയാണ്. സ്പിരിറ്റ് സയൻസ് എന്നോ സ്പിരിച്വാലിറ്റി എന്നോ ഒന്നും തന്നെ എനിക്കും അറിയില്ല. എനിക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ അറിവ് കിട്ടുക? ചുറ്റുപാടിൽ നിന്നൊന്നും എനിക്ക് എല്ലാവരും പോലെ ആകുക എന്നുള്ള പ്രോഗ്രാമിംഗ് അല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ എനിക്ക് സെൽഫ് ഡിസ്കവറി എന്നതുപോലെ തന്നെ പറയാനുള്ള ഒരു ടേമാണ് ഒരു പേഴ്സണൽ എൻറ്റിറ്റിയാണ്. അതായത് എന്നെപ്പോലെ വേറെ ആരും ഉണ്ടാകരുത്, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉണ്ടാകാവൂ. തീർച്ചയായിട്ടും അതാണ് സ്പിരിച്വാലിറ്റി. ആതിരെ പോലെ ആതിര മാത്രമേ ഉള്ളൂ. ആതിരയുടെ പേരുകൾ റിസീവ് ചെയ്ത ഒരു 10,000 50,000 ആതിരമാരുണ്ടാകാം. പക്ഷേ ഈ ആതിര ഒരേ ഒരു ആതിരയാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഈസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സദേൺ സൈഡിലുള്ള കേരളത്തിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഏകദേശം ഒരുപോലെ ഇരിക്കും. കാഴ്ചയിൽ നിന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ചിന്തകളിൽ പ്രോഗ്രാമിംഗ്. എല്ലാ ഹിന്ദൂസും ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കും ചിന്തകളിലും. എല്ലാ ക്രിസ്ത്യൻസും ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും സ്പിരിച്വാലിറ്റിയിൽ അലൈൻ മാച്ച് ആവത്തില്ല. കാരണം കോടാനുകോടി മനുഷ്യരുണ്ടെങ്കിലും ആ കോടാനുകോടി മനുഷ്യർക്കും വ്യത്യസ്തതയുണ്ടാവും. അവിടെയാണ് ഈ മതവും രാഷ്ട്രീയവും കുടുംബവും സ്കൂളും എല്ലാം നമ്മുടെ ഇപ്പോൾ സോക്കോൾഡുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മളെ പാരൻറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് നോളജ് എന്ന് പറഞ്ഞ് വിളമ്പി തരുന്നതൊക്കെ നമ്മളെല്ലാവരും ഒരേപോലെ ആക്കാനാണ്. ബട്ട് ദ കോൺസെപ്റ്റ് ഓഫ് വൺനെസ്
ഒരാൾക്ക് പകരമായി വേറൊരാളില്ല, അയാൾക്കൊരു പര്യായമില്ല, അയാളെപ്പോലെ മറ്റൊരാളില്ല. ഇതാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ ചോദ്യം, ഞാൻ ഇതിലേക്കൊക്കെ എത്താൻ അല്ലെങ്കിൽ ഇതിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് ചെയ്യേണ്ടി വന്ന പ്രാക്ടീസസ് എന്തൊക്കെയായിരുന്നു? എനിക്ക് ഇതൊന്നും അറിയില്ല. പക്ഷേ ഞാൻ പിന്നീട് ശരിയായ തിരിച്ചറിവിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. എൻ്റെ യാത്ര തുടങ്ങിയപ്പോൾ, എൻ്റെ യാത്ര ഈ സ്പിരിച്വാലിറ്റി എന്ന ജേണിയിലേക്ക് തുടങ്ങിയപ്പോൾ ഞാൻ വ്യത്യസ്ത വഴികളിലൂടെ തികച്ചും ഒറ്റയ്ക്ക് മറ്റാരും പോകാത്ത പ്രോഗ്രാമിങ്ങിലൂടെ പോകാൻ തയ്യാറായി. അതിന് എന്നെ ഗൈഡ് ചെയ്ത ഒരു ചിന്തയുണ്ട്. അതെനിക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. കാരണം അത് പറയുമ്പോൾ അത് പലർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അതിനാൽ നമ്മുടെ ചിന്തകളിൽ നമ്മൾ എന്നും ഒറ്റയ്ക്കാണ്. നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ എന്നും ഒറ്റയ്ക്കാണ്. നമ്മുടെ കൂടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ബന്ധുക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, കൂട്ടുകാരുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു മിഥ്യാധാരണയാണ്. നമ്മുടെ പ്രവൃത്തി മേഖലയിൽ, നമ്മുടെ ചിന്താ മേഖലയിൽ നമ്മൾ ഓരോരുത്തരും തനിച്ചാണ്. അപ്പോൾ ഈ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ എന്നെ സഹായിച്ച ഒരു എലിമെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്നോട് തന്നെ പല ചോദ്യങ്ങളും ചോദിക്കുകയും എന്നോട് തന്നെ ഞാൻ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ. അങ്ങനെ ആയപ്പോൾ ചെറുതിലെ പോലെ അങ്ങനെയാണ് ഞാൻ. പലപ്പോഴും പുറത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ലോജിക്കലി മതിയായ ഉത്തരം എനിക്ക് തരാൻ കഴിവുള്ള ആരും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെറുപ്രായം മുതൽ ഞാൻ തനിയെ സംസാരിച്ചു തുടങ്ങി. അത് ചിലപ്പോൾ മറ്റൊരാൾ കേൾക്കുന്ന രീതിയിലാവണമെന്നില്ല. എൻ്റെ ഇന്നർ ചൈൽഡിനോട് ഞാൻ എന്നും സംസാരിക്കുന്ന ഒരു കുഞ്ഞായിരുന്നത് കൊണ്ട് എനിക്ക് ഈ വഴികൾ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അത് എനിക്ക് തുറന്ന് പറയണം. ഞാൻ ഈ ഒരു ചാനലിലിരുന്നിട്ട് അതിലോട് സംസാരിക്കുമ്പോൾ എനിക്ക് 1% പോലും ആരെയും മിസ്ഗൈഡ് ചെയ്യാൻ ഇഷ്ടമില്ല. എൻ്റെ വാക്കുകൾ ഒരിക്കലും ആരെയും തെറ്റായ മാർഗത്തിലേക്ക് നയിക്കരുതെന്നുള്ള ഒരു പൂർണ്ണ ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ പേഴ്സണൽ ചോദ്യങ്ങളിലൂടെ ഞാൻ പറയാൻ വിചാരിക്കുന്നതും അതൊക്കെ തന്നെയാണ്. കാരണം ഒരാൾക്ക് ഒരു തണലേകാൻ സാധിച്ചാൽ, ഒരാൾക്ക് വെളിച്ചം പകരാൻ സാധിച്ചാൽ അതൊരു ഭയങ്കര വിജയം തന്നെയാണ്. കാരണം ഞാൻ പറയുന്നത് എനിക്ക് ലഭിച്ച ആനന്ദത്തെക്കുറിച്ചാണ്. ഇത് ഞാനൊരു പുസ്തകത്തിൽ നിന്നും വായിച്ചാൽ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ എനിക്ക് കിട്ടിയ തിരിച്ചറിവാണ് ഞാൻ ആതിരയുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം, എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം, എനിക്ക് കിട്ടിയ വളർച്ച ഒക്കെ ഓരോ മനുഷ്യനും കിട്ടണം. കാരണം നമുക്കൊരു യൂസർ മാനുവൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു എളുപ്പമുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഉള്ളൊരു വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ഗൈഡ് ലൈൻ കിട്ടിയാൽ നമുക്കത് പിടിച്ചു കയറാം. കാരണം ആ ഒരു ഗൈഡ് ലൈൻ തിരഞ്ഞ് സങ്കടപ്പെട്ട് ഞാൻ ഒരുപാട് കാലം അലഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സംഭാഷണത്തിലൂടെ, നമ്മുടെ ഈ ഇൻ്റർവ്യൂവിലൂടെ കുറച്ച് പേർക്കെങ്കിലും ഒരാൾക്ക് അതിനൊരു സഹായമാകുന്നുവെങ്കിൽ, കാരണം നമ്മുടെ മുന്നേ വേറെ ആൾക്കാരും ഇതേ ചിന്തയിൽ നടന്നു പോയിരുന്നു എന്നറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു ബ്ലിസ് ഉണ്ട്, ഒരു എക്സ്യൂബറൻസ് ഉണ്ട്. അതൊരു അപാരമായ സുഖമുള്ള ഒരു പ്ലഷറുള്ള ഒരു അവസ്ഥയാണ്. അതിനെ ഞാൻ എൻലൈറ്റ്മെൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ അതിലെത്താൻ സാധിച്ചതിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഒരുപാട് ഫിസിക്കലി അലയേണ്ട സാഹചര്യങ്ങളായിരുന്നു എൻ്റെത് മുഴുവൻ. എൻ്റെ പേഴ്സണൽ ലൈഫ്, എൻ്റെ കുടുംബജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ശാരീരികമായും സാമ്പത്തികമായും വൈകാരികമായും ഒക്കെ ഡിസ്കംഫർട്ട് സോണുകളിലൂടെ നിരന്തരം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. നിരന്തരം. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് വളർന്ന എൻ്റെ മാതാപിതാക്കൾ തന്ന ഒരു ജീവിത സാഹചര്യമേ ആയിരുന്നില്ല എൻ്റെ വിവാഹ ജീവിതത്തിലുള്ള എൻ്റെ ജീവിത സാഹചര്യം. അപ്പോൾ അത് തികച്ചും എനിക്ക് ഡിസ്കംഫർട്ട് സോൺ എന്ന് തന്നെ പറയും. തികച്ചും പുതിയത്, തികച്ചും പകച്ചു പോകുന്ന, കണ്ണീര് തോരാത്തത്രയും സങ്കടം വരുന്ന, ഭയം വരുന്ന സിറ്റുവേഷൻസിലൂടെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. തികച്ചും ഒറ്റയ്ക്ക്. അവിടെ എൻ്റെ ചുറ്റും ആരൊക്കെയോ ഉണ്ട്, പക്ഷെ അവരാരും എനിക്ക് എൻ്റെ വേദനയോ എൻ്റെ ഇമോഷൻസിനെയോ എൻ്റെ ആ തിരിച്ചറിവിനെയോ ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും ബോധമുള്ളവരായിരുന്നില്ല. അപ്പോൾ അവർ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതൊക്കെ എനിക്ക് വേദന കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ചെയ്തതെന്തെന്ന് വെച്ചാൽ, എൻ്റെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ ഒരു മനുഷ്യരോടും ഡിസ്കസ് ചെയ്യാതായി. ഞാൻ തുറന്നു പറയാൻ ധൈര്യപ്പെടുന്ന ഒരു കാര്യമാണ്. എൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് പലരെയും അറിയാം. നമ്മളൊരു സ്ട്രേഞ്ചറിനെ നമ്മൾ ബസ്സിൽ വെച്ചോ, റോഡിൽ വെച്ചോ, ബസ് സ്റ്റോപ്പിൽ വെച്ചോ, ഒരു ലൈബ്രറിയിൽ വെച്ചോ ഒക്കെ പരിചയപ്പെടുമ്പോൾ നമുക്കറിയാം, സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ദുഃഖകഥകൾ പറഞ്ഞു തുടങ്ങും. ദുഃഖം ഇങ്ങനെ വിളമ്പാനും ദുഃഖം പ്രചരിപ്പിക്കാനുമാണ് മനുഷ്യർക്ക് ഇഷ്ടം. അതാണ് ഏറ്റവും നല്ലത്. അവിടെയാണ് നമുക്ക് ബഹുമാനം കിട്ടുന്നത്, അവിടെയാണ് നമുക്ക് സഹതാപം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്ത എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സോ കോൾഡ് പ്രശ്നങ്ങളെ ആരുമായി ഡിസ്കസ് ചെയ്യാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ വന്നു. ആരുമായി, ലോകത്തുള്ള ഒരു മനുഷ്യരെ, ഞാനിപ്പോൾ ഈ കടുത്ത പെയിനിലൂടെ പോവുകയാണെന്ന് എന്നെ കണ്ടാലും എന്നെ അറിയാനും സാധിക്കാത്തത്രയും സ്ട്രോങ് ആയി ഞാൻ. തികച്ചും ഒറ്റയ്ക്ക് തന്നെ എല്ലാ പ്രോബ്ലംസിനെയും സോൾവ് ചെയ്തു തുടങ്ങി. ഇതിനു മുന്നേയും ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ സോൾവ് ചെയ്തിരുന്നതെന്നുള്ളൊരു തിരിച്ചറിവും കൂടി എനിക്ക് ലഭിച്ചു. ആരൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷെ അവരാരും എന്നെ തണുപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവരാരും കൈകാര്യം ചെയ്തു തന്നത്. അപ്പോൾ അതെന്നെ തികച്ചും അസംതൃപ്തയാക്കി. അതുകൊണ്ട് എൻ്റെ വഴികൾ ഞാൻ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു.
അപ്പോൾ ഞാൻ സ്വയം ഡിസ്കവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കടമെടുക്കുകയാണ്. എൻ്റെ ലെൻസ് സെൽഫി മോഡിലേക്ക് ഞാൻ തിരിക്കാൻ തുടങ്ങി. പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ ഒക്കെ ഞാൻ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നതിനെ മുഴുവൻ ഞാൻ എന്നിലേക്ക് തിരിച്ചപ്പോൾ, എൻ്റെ സെൽഫി മോഡ് ഓണാക്കിയപ്പോൾ എനിക്ക് ജീവിതയാത്ര കുറച്ചും കൂടെ സുഖകരമായി. പുറത്തുള്ള മിസ്റ്റേക്ക് കാരണമാണ്, പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ എന്ന് വിചാരിക്കുന്നിടത്ത് നിന്നും ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ജീവിതം മാറാത്തതെന്നുള്ളൊരു വലിയ തിരിച്ചറിവിലേക്ക് ഞാനെത്തി. തീർച്ചയായിട്ടും മാതിര വളരെ വിലപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. മാറ്റം നമ്മളിലൂടെ മാത്രം. നമുക്ക് മാറണോ, ആദ്യം നമ്മൾക്ക് മാറണമെന്ന് അടിവരയിട്ട് തീരുമാനിക്കണം. പിന്നെ മാറാൻ വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻ സ്വയം നടന്നോളും. നമുക്ക് ഇതുവരെ പോയ വഴികളൊന്നും നമുക്ക് സന്തോഷം നൽകിയില്ല, സംതൃപ്തം നൽകിയില്ല, സമാധാനം നൽകിയില്ല, നമുക്ക് വളരാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം. അതൊന്നും പാപമല്ല. ഇങ്ങനെ സ്വയം ചിന്തിക്കുന്നത് സെൽഫിഷാണ്, സ്വന്തമായി സ്നേഹിക്കുന്നത് സെൽഫിഷാണ്, സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് മോശമാണ്, ഡിവിനിറ്റി അല്ല എന്നൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ മുന്നോട്ട് തള്ളിയിടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ മനോഹരമാകുന്നത്. കഴിഞ്ഞ ഹെൽപ്ഫുൾനെസ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വ്ളോഗ് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു സ്പിരിച്വൽ മൈൻഡോടെയാണ് അതിലൂടെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയത്. അതിൽ ചോദിച്ചിരുന്നു, മാഡം നമ്മൾ വേറൊരാളെ സഹായിക്കും തോറും നമ്മളുടെ പ്രോഗ്രസ്, നമ്മുടെ ഗ്രോത്ത് കുറയാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചതിന് അന്ന് എനിക്ക് അത്തരം വ്യക്തമായി ഉത്തരം നൽകാൻ സാധിച്ചില്ലെങ്കിൽ ആ ചോദ്യം ഞാൻ ഇപ്പോൾ കടമെടുക്കുകയാണ്. ഒരിക്കലും ഗ്രോത്ത് കുറയില്ല. കാരണം നമ്മുടെ ചിന്ത വേറെയാണ്, നമ്മുടെ ചിന്തയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ചിന്തയെ ധൈര്യമായിട്ട് മാറ്റിമറിച്ചോളും, ഒരു പേടിയും വേണ്ട. അതേടെ ചോദ്യം എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഞാൻ എന്തൊക്കെ പ്രാക്ടീസസ് ഒക്കെ കൊണ്ടുവന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രാക്ടീസസ് ഒക്കെ ഞാൻ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉത്തരം എനിക്ക് തോന്നുന്നില്ല അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നു. ഞാൻ എന്തൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നു അതിനൊക്കെ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അതൊന്നും ഇനി മേലിൽ ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. ആ ഡെസിഷനാണ് എന്നെ സ്പിരിച്വൽ ജേണിയെ കൂടുതൽ ഈസി ആക്കിയത്. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ വലിയൊരു പാഠം, ജീവിതം ഭയങ്കര ഈസി ആൻഡ് സിമ്പിളാണ്. ഈ പ്രോഗ്രാമിങ്സ് ആണ് ഡിഫിക്കൾട്ട് ആൻഡ് ഹാർഡ് വർക്ക് വേർഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, വളരെ ആനന്ദത്തോടെ, വളരെ ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതം. പക്ഷെ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഭാരം, ഉത്തരവാദിത്തമാണ്, സ്നേഹമാണ്, നന്മയാണ്, വളർച്ചയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന വലിയ ഭാരങ്ങളുണ്ടല്ലോ, ഒരു മനുഷ്യനെയും ഒരിടത്തും എത്തിക്കില്ല. മറ്റുള്ളവരെ കണ്ടിൽ അവർ വിജയമാണെന്നൊക്കെ തോന്നിയേക്കാം. വളരെ അധികം സാമ്പത്തിക ഉയർച്ചയിലെത്തുന്ന, വിദ്യാഭ്യാസത്തിലെത്തുന്ന, എന്തൊക്കെയാണോ വിജയമെന്ന് സമൂഹം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ എത്തിയേക്കാം, തീർച്ചയായിട്ടും എത്തും. അപ്പോൾ സ്പിരിച്വൽ വേയിലേക്ക് കടക്കുന്ന ആൾക്കാർക്ക് ചെയ്യാവുന്ന പ്രാക്ടീസസ് എന്ന് പറയുന്നത് വിയർക്കലാണ്. നന്നായി ശരീരത്തെ വിയർക്കാൻ അനുവദിക്കലാണ്. ഈ പ്രാക്ടീസസ് നമ്മുടെ ക്ലെൻസിങ്ങിനെ, അതായത് നമ്മുടെ ഉള്ളിലേക്കുണ്ടായിപ്പോയ, കയറിപ്പോയ എല്ലാ പ്രോഗ്രാമിങ്ങിനെയും വൃത്തിയാക്കാൻ, ശുദ്ധി കലശം നടത്താൻ ഈ വിയർക്കൽ വളരെ ആവശ്യമുള്ള ഒരു പ്രാക്ടീസാണ്. അതിന് തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസുകൾ, വ്യായാമം ഉറപ്പായിട്ടും ചെയ്തിരിക്കുക. നമ്മുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്യണം. നമ്മൾ സെൽഫ് ഡിസ്കവറിയിലേക്ക് കയറി നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറായെന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാബിറ്റുകളിൽ നിന്നും മാറേണ്ടത് തികച്ചും അനിവാര്യമാണ്. മാറിക്കഴിഞ്ഞാൽ ആദ്യമായി പ്രപഞ്ചവുമായിട്ടും പ്രകൃതിയുമായിട്ടും ശരിക്കും മനസ്സുകൊണ്ടെടുക്കാൻ നോക്കുക. എന്ന് വെച്ച് നാളെ തന്നെ ഒരു ബാഗും എടുത്തിട്ട് കാട്ടിലേക്ക് പോവുക എന്നൊന്നുമുള്ള നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാനും ഇതുവരെയും അങ്ങനെയൊന്നും പോയിട്ടില്ല. പോകണം, തീർച്ചയായിട്ടും. എൻ്റെ കൂടുതലുള്ള എൻ്റെ ജീവിതയാത്രകളിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ അജണ്ട. ഞാൻ എന്തൊക്കെ ഇതുവരെ ചെയ്തിട്ടില്ലയോ അതൊക്കെ ചെയ്തു തീർക്കണം ഈ ഭൂമിയിൽ. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ്, നത്തിങ് എൽസ്. ദർ ഇസ് നോ പ്രോഫിറ്റ്, നോ ലോസ്, നോ സക്സസ്, നോ ഫെയിലിയർ, നോ കോമ്പറ്റീഷൻ. എൻ്റെ സ്പിരിച്വൽ പാത്തിൽ ഈ ഇത്തരം വാക്കുകളൊന്നും തന്നെ ഇല്ല. എത്രത്തോളം എൻ്റെ ലൈഫിനെ, എൻ്റെ ജീവൻ, എനിക്ക് കിട്ടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫിനെ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള, റിസ്ക് എടുക്കാനുള്ള ധൈര്യത്തിൽ ഞാൻ എത്തിപ്പെടുന്നു, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം. കാടും മേടും പുഴയും കടലും ഒക്കെ എന്താണെന്നൊന്ന് സ്വയം അറിയാൻ, മറ്റൊരാൾ പറഞ്ഞ അറിവിൽ നിൽക്കാതെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ എത്രത്തോളം ധൈര്യവും സാധ്യതയും ഞാൻ അനുവദിക്കുന്നു, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സ്പിരിച്വൽ ലൈഫ്. അപ്പോൾ വീണ്ടും ഞാൻ വ്യതിചലിച്ചു പോയി. വിയർക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും എൻ്റെ ചിന്തകളുമായി എവിടെയെങ്കിലും അവരുടെ ചിന്ത മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ നന്നായി വ്യായാമത്തിന് തയ്യാറാക്കുക. ശരീരം എത്ര കണ്ട് വിയർക്കുന്നോ അത്രയും കണ്ട് നമുക്ക് മനസ്സിലെ ഭാരം കുറഞ്ഞു വരും. നമ്മുടെ ശരീരത്തെ എത്രത്തോളം ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നു,
നമ്മുടെ ശരീരം ഉപയോഗിക്കാതെ തിരിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് അതിര? ഭയങ്കരമായ പ്രക്രിയകൾ അടങ്ങിയിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന അവയവങ്ങളാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അപാരമായ സാധ്യതകളുള്ളതാണ് ഓരോ അവയവവും. അതിൻ്റെ ഒരു അംശം പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ കൈയും കാലും കഴുത്തും വയറും തലയും എല്ലാം മാക്സിമം അനക്കാൻ വേണ്ടി ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ ഇവയൊക്കെ വ്യായാമ മുറകൾ കൊണ്ട് കുറേശ്ശെ കൂട്ടി കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രാക്ടീസ്. ഞാനത് പറയുന്നത് ഞാൻ ചെയ്തു തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് ഇതിവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ പേഴ്സണൽ ചോദ്യത്തിൽ വന്നതായിരുന്നല്ലോ, എങ്ങനെയാണ് ഞാൻ ആ സ്പിരിച്വൽ വേയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്, എന്തൊക്കെ പ്രാക്ടീസസ് ഞാൻ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് അതിലൂടെ ചോദ്യം. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഈ വ്യായാമ മുറകൾ ഒരു ദിവസവും മുടങ്ങാതെ ഡെയിലി ബേസ് ഞാൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിൽ എൻ്റെ എല്ലാ അവയവവും അനങ്ങുന്ന, മർദ്ദമേൽക്കുന്ന, പ്രഷർ പോയിന്റുകളിൽ മർദ്ദമേൽക്കുന്ന തരം വ്യായാമ മുറകളാണ് ഞാൻ ശീലിച്ചത്, ഞാൻ ചെയ്യാൻ തുടങ്ങിയത്, ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ തികച്ചും രാവിലെ എണീറ്റുടനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കാറില്ല. എണീറ്റ പാടെ ഞാൻ ചൂടുവെള്ളം, ആ വായിലുള്ള സലൈവയോട് കൂടിയ ചൂടുവെള്ളം ഞാൻ കുടിക്കുകയാണ് പതിവ്. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് രോഗങ്ങളെ, ഒരുപാട് പൊടിപടലങ്ങളെ, ഒരുപാട് അണുക്കളെ ഒക്കെ നമുക്ക് ക്ലെൻസ് ചെയ്ത് മറ്റ് വിസർജനത്തിലൂടെ നമുക്ക് പുറത്തേക്ക് കളയാൻ സാധിക്കും. ഈ വായിലുള്ള സലൈവ ഒരുപാട് നല്ല വൈറസുകളും ബാക്ടീരിയലുകളും ഉള്ളതാണ്. അതിന് പുറത്തേക്ക് തുപ്പി എണീറ്റുടനെ വായ കഴുകി പുറത്ത് കളയാൻ നമ്മളെ ശീലിപ്പിച്ച ആ പാറ്റേണിനെ ഞാൻ മറികടക്കുകയാണ് മറ്റൊരു പ്രാക്ടീസ്. അപ്പോൾ ഇത് ഞാൻ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇപ്പോൾ വരെ, ഈ ദിവസം വരെ, ഇന്ന് രാവിലെ പോലും ഞാൻ ശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശീലങ്ങൾ ഞാൻ മരണം വരെ നിർത്തുവില്ല എന്നുള്ളതും എൻ്റെ തീരുമാനമാണ്. പിന്നെ അതിൽ ഞാൻ ആഡ് ഓൺ ചെയ്യുകയാണ്. എൻ്റെ അറിവ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്, എൻ്റെ അറിയൽ കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്. ട്രൂത്ത് ഫൈൻഡർ, റിയാലിറ്റി സീക്കർ എന്നൊക്കെ ഞാൻ എന്നെക്കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നും ഞാൻ പുതിയ ഓരോന്ന് പഠിക്കുകയാണ്. ഇപ്പോൾ ഒരു 6-7 മാസമായിട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത് എന്നെ ഒരുപാട് പീസ്ഫുൾ ആകാനും ഒരുപാട് ഇന്നർ കാംനെസ്സിലെത്തിക്കാനും കേൾക്കുന്നതിനോടൊക്കെ റിയാക്റ്റ് ചെയ്യാതിരിക്കാനും എന്നെ എത്തിച്ച മറ്റൊരു പ്രാക്ടീസാണ്. അതിൽ മെഡിറ്റേഷനിൽ നമ്മൾ ബ്രീതിങ്, ഇൻഹെയിലിംഗ്, എക്സെയിലിംഗ്, അതിനൊക്കെ ഒരുപാട് ധാരാളമായ അറിവുള്ള ഏരിയയാണ്. ഇതൊന്നും നമ്മുടെ ഒരു ചെറിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നുമല്ല. എങ്കിൽ പോലും നമ്മുടെ ലങ്സിലേക്ക് വേണ്ടുന്ന അത്രയും ബ്രീത് അല്ലെങ്കിൽ അത്രയും ശ്വാസം നമ്മുടെ സാധാരണയുള്ള ബ്രീതിങ്ങിൽ നമുക്ക് കിട്ടാറില്ല. അതൊരു ഭയങ്കരമായ തെറപ്പി കൂടെയാണ്. ദീർഘമായ ഉള്ളിലേക്ക് ശ്വാസമെടുത്ത് ദീർഘമായ ശ്വാസം പുറത്തേക്ക് വിടുന്ന വഴി നമുക്ക് ഒരുപാട് ടോക്സിൻസിനെ പുറന്തള്ളാനും സാധിക്കും. ഇന്നർലി നമ്മൾ ഭയങ്കര കാമാവും, ഇന്നർലി നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും. അങ്ങനെ ഈ നിമിഷത്തിലേക്ക് നമ്മൾ വരും. ദ കോൺസെപ്റ്റ് ഓഫ് നൗ, ദ കോൺസെപ്റ്റ് ഓഫ് പ്രസൻറ്റ് മൊമെൻറ്റ്. ശരിക്കും അതിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ഒരു കോലാഹലങ്ങളും നമ്മളെ ബാധിക്കില്ല. നമ്മൾക്ക് ഭയം തരുന്ന നമ്മുടെ പഴയ ഓർമ്മകൾ, ദ പാസ്റ്റ് മെമ്മറീസ്, നമ്മളെ ആകുലപ്പെടുത്തുന്ന ഫ്യൂച്ചർ വറീസ്, നാളെ എന്താകും, എൻ്റെ കയ്യിലിരിക്കുന്നതൊക്കെ നഷ്ടപ്പെടുമോ, അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ആവലാതി, ഇതൊക്കെയാണ് മനുഷ്യനെ രോഗിയാക്കി മാറ്റുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റിസ്, ക്യാൻസർ എല്ലാം തന്നെ ഈ ആകുലതയിൽ നിന്നുണ്ടാകുന്ന മാത്രമാണ്. നമ്മൾ പ്രപഞ്ചവുമായി പ്രകൃതിയുമായി ഇണങ്ങി ഇത്തരം കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അലോപ്പതിക് അറിവുകൾ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അറിവുകളിൽ നമുക്ക് വ്യതിചലിച്ച് നമ്മുടെ ജീവിതത്തെ വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇത്തരം പ്രാക്ടീസസൊക്കെയാണ് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കുന്നത്. ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാം, ഇപ്പം നമ്മളോട് പങ്കുവച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ ഉത്തരത്തിന് മാത്രം ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേ പറ്റത്തുള്ളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ എവറിഡേ ലൈഫുമായിട്ട് സ്പിരിച്വാലിറ്റി മാം എങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്പിരിച്വാലിറ്റി നമ്മളെ എങ്ങനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഓരോ ദിവസവും വ്യത്യസ്തമായി പോകാൻ നമ്മുടെ ഈ തിരിച്ചറിവ്, നമ്മുടെ സെൽഫ് ഡിസ്കവറി അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ പാത്ത് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ആയിരിക്കും അതിലൂടെ ചോദ്യം. നമുക്ക് ഒരു ദിവസം രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ പ്രോഗ്രാംഡ് മൈൻഡ് നമ്മളെ എല്ലാ വേദനകളിലൂടെയുമാണ് നമ്മളെ രാവിലെ കണ്ണുറക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ജീവിതാനുഭവമാണ് പറയുന്നത്, മറ്റൊരാളുടെ ജീവിതാനുഭവം പറയാൻ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതമാണ് പറയുന്നത്. ഇതിലേക്ക് എത്തുന്നതിന് മുന്നേ വരെ ഒരു 100,000 പ്രശ്നങ്ങളുമായിട്ടാണ് ഞാൻ രാവിലെ എൻ്റെ ബെഡിൽ നിന്ന് ഉറക്കമെണിക്കുന്നത്. ഇന്നുള്ള ഇത്രയും കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെയ്തു തീർക്കും, ഒരു സാധ്യതയില്ല. അതിൽ ഇന്ന നമ്പറുകൾ ഒരു രക്ഷയില്ല, ചെയ്യാൻ പറ്റൂല. എങ്ങനെ പറ്റും? ചെയ്തേ പറ്റൂ, പക്ഷേ ഇപ്പോൾ ചെയ്യാൻ പറ്റൂല.
ഫുൾ ഓഫ് സെൽഫ് ഡൗട്ട്സ് ആയിരുന്നു എനിക്ക്. ഒരു പെർസെൻറ്റേജ് പോലും കോൺഫിഡൻസ് എന്ന് പറയുന്ന ആത്മവിശ്വാസം എന്നിലുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ വിശ്വാസം മുഴുവൻ ദൈവത്തിനോടായിരുന്നു. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒബ്വിയസ്ലി നമ്മളെ വിശ്വസിക്കില്ല. നമ്മുടെ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പുറത്ത് എക്സ്റ്റേണലി നമുക്ക് നമ്മുടെ ഉള്ളിലല്ലാതെ നമ്മുടെ പുറത്താണ് നമ്മുടെ വിശ്വാസമെങ്കിൽ, നമ്മുടെ ഫെയ്ത്ത് എങ്കിൽ, നമ്മുടെ ബിലീഫ് സിസ്റ്റം എങ്കിൽ, നമ്മുടെ ട്രസ്റ്റ് എങ്കിൽ, അവിടെ നമ്മളെവിടെ? IAS പരീക്ഷ എഴുതി പാസ്സാകുമ്പോൾ പറയും ദൈവമാണ് മോനെ പാസ്സാക്കിയത്, ദൈവമാണ് നിനക്ക് IAS പരീക്ഷ തന്നത്. ലോട്ടറി അടിച്ചു, അയ്യോ ദൈവം നിനക്ക് ഭാഗ്യം ചൊരിഞ്ഞു തന്നു, നിൻ്റെ കഴിവല്ല. പരീക്ഷ എഴുതി 1ാം റാങ്ക് മേടിക്കുകയോ മാർക്ക് മേടിക്കുകയോ ചെയ്താൽ അയ്യോ മക്കളെ മോൻ്റെ കഴിവല്ലടാ, മോളുടെ കഴിവല്ല, ഇതൊക്കെ ദൈവം തന്നു. മക്കളെപ്പോഴും അങ്ങനെ പറയാവൂ. ഇതാണ് നമ്മുടെ പാറ്റേൺ, ഇതാണ് നമ്മുടെ ഹാബിറ്റ്. അപ്പോൾ അവിടെ എവിടെ നമ്മുടെ കഴിവിനെ നമ്മൾ വിശ്വസിക്കും? ഇത് പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ എന്താണ് നമുക്കറിയാം. പല മത്സര പരീക്ഷകളും ജയിച്ച് കുഞ്ഞുങ്ങൾ വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കഴിവ്, അമ്മയും അച്ഛനും തന്ന കഴിവ് എന്നൊക്കെയാണ് കുട്ടികൾ എപ്പോഴും ഇരുന്ന് സംസാരിക്കാറുള്ളത്. ഞാൻ അത്രയും ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ഒരുപാട് തിങ്ക് ചെയ്യാറുണ്ട്. ഈ കുട്ടികളിൽ ആത്മവിശ്വാസം ഇല്ലാതെ അവരെങ്ങനെ വിജയിക്കുന്നു എന്നുള്ളതൊരു വലിയ ചിന്തയാണ്. കാരണം അവർക്ക് അതികഠിനമായ ഫോക്കസ് ഉള്ളത് കൊണ്ടാണ്. അവർക്ക് ആ ഡോക്ടർ ആകണം, അല്ലെങ്കിൽ അവർക്ക് IAS ആകണം എന്നുള്ള അവരുടെ തീവ്ര പരിശ്രമത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും പുറത്താണ് അത് കിട്ടുന്നത്. അല്ലാതെ അത് ദൈവം ഗ്രാൻഡഡായിട്ട് കൊടുത്തതല്ല എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള തിരിച്ചറിവ് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഗോഡല്ല, ഗോഡ്ലിനെസ്സാണ് മനുഷ്യർക്ക് വേണ്ടത്. ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയോ ഒരു രൂപമോ ഒരു ശക്തിയോ അല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ സ്പിരിറ്റാണ്. അതാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ സ്പിരിറ്റ്, ആ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ആത്മാവ്, സ്പിരിറ്റ്, ആ സ്പിരിറ്റാണ് നമ്മുടെ ഇന്നർ ചൈൽഡ്. അതാണ് ജനിക്കുമ്പോൾ തൊട്ടുള്ള യുണീക്കായിട്ടുള്ള നമ്മൾ. അതിനെ അവേക്കൺ ചെയ്യണം, അതിനെ ഉണർത്തണം. ആ മരിച്ചുപോയ കുഞ്ഞിന് റീബർത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കണം. ഉയർത്തെഴുന്നേൽക്കട്ടെ, വീണ്ടും എണീക്കട്ടെ. മരിച്ചുപോയ കുഞ്ഞിനെ എല്ലാവരും കൂടെ, സമൂഹം കൂടെ കൊന്നുകളഞ്ഞ ആ കുഞ്ഞിനെ നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ വിസ്ഡത്തിലൂടെ, നമ്മുടെ ബ്രേവറിയിലൂടെ, നമ്മുടെ തിരിച്ചറിവിലൂടെ നമ്മൾ വീണ്ടും ജന്മം നൽകുക. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമ്മുടെ ഉള്ളിലെ നമ്മളെ തിരിച്ചറിയുക. ആരാണ് ഞാൻ? എന്താണ് ഞാൻ? എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? കുറേ ബില്ലുകൾ അടയ്ക്കാനാണോ? കുറേ പേർക്ക് സന്തോഷം നൽകാനാണോ? അത് മാത്രമാണോ എൻ്റെ ജീവിതം? വീണ്ടും പറയുന്നു, അതൊന്നും മോശമെന്നൊന്നുമല്ല. നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യുക. പക്ഷെ അവിടെ നമ്മളെ കരുതാതിരുന്നാൽ ഈ ചെയ്തികൾ ഫുൾ നമുക്ക് അപകടകരമായി മാറും. അവർക്കും നമ്മുടെ ഈ ചെയ്തികൾ അപകടകരമായി മാറും. നമ്മൾ ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും, എല്ലാ വഴക്കുകളും, എല്ലാ അടിപിടികളും എല്ലാം ഇത്രയും നല്ല മനുഷ്യരുള്ള സ്ഥലത്തല്ലേ? അപ്പോൾ യുദ്ധമുണ്ടാവാൻ പാടുണ്ടോ? കുടുംബ വഴക്കുണ്ടാകാൻ പാടുണ്ടോ? ഡിവോഴ്സുകൾ ഉണ്ടാകാൻ പാടുണ്ടോ? മക്കൾ അച്ഛനെയും അമ്മയും കൊല്ലാൻ പാടുണ്ടോ? അമ്മയും അച്ഛനും മക്കളെ കൊല്ലാൻ പാടുന്നുണ്ടോ? സഹോദരങ്ങളെ കൊല്ലാൻ പാടുണ്ടോ? 2 മതങ്ങൾ തമ്മിൽ അടികൂടി കുത്തിക്കൊല്ലാൻ പാടുണ്ടോ? രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ. ഈ ലോകം മുഴുവൻ ഏറ്റവും അധികം അടികൂടി ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ മതത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ട്, ഈ ഭൂമിയിൽ എന്തുകൊണ്ട് സ്പർദ്ധ ഉണ്ടാകുന്നു? അവിടെയാണ് സ്പിരിച്വാലിറ്റി പ്ലേഡ് എ വൈറ്റൽ റോൾ ടു മേക്ക് എ ഹ്യൂമൻ ബീങ് മോർ പവർഫുൾ, മോർ ഹാപ്പി, മോർ ഫ്രീ, മോർ എൻലൈറ്റൻഡ്, മോർ അവേക്കൻഡ്, മോർ കോൺഷ്യസ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് ദ പവർ ഓഫ് നൗ. ഇതിലേക്കൊക്കെ മനുഷ്യൻ എത്താനുള്ള വഴിയാണ് സ്പിരിച്വാലിറ്റി. അവിടെ ഒരു ദൈവത്തെയോ മറ്റെന്തെങ്കിലും പ്രപഞ്ച ശക്തിയോ വെക്കുന്നതല്ല നമ്മുടെ സ്പിരിച്വാലിറ്റി. നമ്മളിൽ നമ്മളെ കണ്ടെത്തി അതിനെ ഈ ഭൂമിയിൽ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കലാണ്. ഈ സാധനം നമ്മൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഫിയർ, ഭയം എന്ന ആ 2 അക്ഷരത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം പ്രാക്ടീസ് ചെയ്യുന്നതാണ് നോൺ സീരിയസ്നെസ്. അതായത് എന്ത് മുന്നിൽ വന്നാലും ഞാൻ അനങ്ങൂല. അതിങ്ങനെ എൻ്റെ അകത്തൂടെ കയറിയിറങ്ങി അങ്ങ് പോകും. വെറുതെ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. വളരെ സീരിയസ് ആയിട്ട് വളരെ ഭയത്തോടെ ഞാൻ കണ്ടിരുന്ന ഒന്നും തന്നെ എനിക്കൊരു നേട്ടവും തന്നില്ല. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഭയങ്കര ഈസി വേയിൽ കാണാൻ തുടങ്ങിയ ശേഷം എനിക്കൊരു പ്രശ്നങ്ങളുമില്ല എൻ്റെ ജീവിതത്തിൽ. എന്നും എനിക്ക് ഭയങ്കര എനർജിയും എന്തൂസിയാസവും ഹാപ്പിനെസ്സും ഒക്കെയാണ് എൻ്റെ ലൈഫ് ഓരോ ദിവസവും കിടന്നുറങ്ങി എണീക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസസും ഈ ചിന്തകളുമാണ് എന്നെ എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ആക്ഷനിൽ എടുക്കുന്നുണ്ട്, ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ പാറ്റേൺ ആയി മാറിയത് കൊണ്ട് തന്നെ എനിക്ക് പ്രോബ്ലംസേ ഇല്ല. എനിക്ക് സൊല്യൂഷൻസും ഓപ്പർച്യൂണിറ്റികളും അവസരങ്ങളും മാത്രമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര കമ്പാഷനേറ്റ് ആകാൻ പറ്റുന്നുണ്ട്, എല്ലാവരോടും കൈൻഡ് ആകാൻ പറ്റുന്നുണ്ട്, എന്തിനേയും ലവ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, എന്തിനോടും എനിക്ക് പ്രണയിക്കാൻ പറ്റുന്നുണ്ട്, എന്തിനും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് തീരെ ഒത്തുപോകാൻ പറ്റാത്തവരിൽ നിന്ന് വോക്ക് അവേ ചെയ്യാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു.
നമ്മളെ ഒരിക്കലും ഒരു രീതിയിലും സ്പേസ് തരാത്ത, റെസ്പെക്റ്റ് തരാത്ത, നമ്മളെ കരുതാത്ത, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അലൈൻ ആവാത്ത, മാച്ച് ആവാത്ത ചിന്തകളുണ്ട്. കാരണം ഓറ കണക്ഷൻ എന്ന് പറയും സ്പിരിച്വാലിറ്റിയിൽ. നമ്മൾ പറയുന്നത് ഓറ എന്നാണ്, ഒരു ചൈതന്യം, സോളുമായിട്ടൊരു കണക്ഷൻ. ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് മൈൻഡിൽ ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് ചിലപ്പോൾ വലിയ കണക്ഷൻസ് വരില്ല. എനിക്ക് സോൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കണക്ഷൻസ് വരുന്നത്. അതെനിക്കിപ്പോൾ ഓരോരോ ഓവർ ദ ഡേയ്സ്, ഓവർ ദ മന്ത്സ് എനിക്കത് മനസ്സിലായിട്ടുണ്ട്, എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ നോ മൈൻഡ് എന്നുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത, ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത, ഒരു കൺക്ലൂഷൻ ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി.